നമുക്കറിയാം അഹമ്മദാബാദിലെ വിമാന അപകടം നമ്മളൊക്കെ ഭയങ്കര ഞെട്ടലോടാണ് ആ ഒരു അപകടത്തെ മുന്നിൽ കണ്ടത്. പക്ഷെ അപ്പോഴും എനിക്ക് പറയാനുള്ളത് രഞ്ജിത എന്ന് പറയുന്ന ഒരു സഹോദരി അതിൽ മരണപ്പെട്ടു. പക്ഷെ സോഷ്യൽ മീഡിയ വന്ന ഒരു കമൻ്റാണ് ഭയങ്കരമായിട്ട് നമ്മളെയൊക്കെ വേദനിപ്പിച്ചത്. ഒരു മരണത്തിൽ പോലും സ്ത്രീയെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കമൻറ്റ്. നമുക്കറിയാം ഡെപ്യൂട്ടി തഹസിൽദാറാണ് അയാൾ ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രടല്ലേ. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ആശയം എന്തായിരുന്നു? സഖാവാണ്. അപ്പോൾ നമ്മൾ പറയുമല്ലോ, സഖാവിൽ ഡോക്ടറില്ല, എഞ്ചിനീയറില്ല, തഹസിൽദാറില്ല, ആരുമില്ല. സഖാവ് ആണെങ്കിൽ തറ വേല കളിച്ചിരിക്കും, തറ കാര്യങ്ങൾ പറഞ്ഞിരിക്കും. അതൊരു ശരിക്കുമായിട്ടുള്ള ഒരു ഇതാണ് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് അല്ലേ. അങ്ങനെയാണ് ആ ഒരു ഇടത് പ്രത്യയശാസ്ത്രത്തിൻ്റെ പോക്ക്. ഇവിടെ 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് പറഞ്ഞ സ്ത്രീ വിരുദ്ധമായിട്ടൊരു കമൻറ്റിനൊപ്പം തന്നെ അവിടെ കൃത്യമായിട്ടുള്ളൊരു കൃത്യമായിട്ടൊരു ജാതി എടുത്ത് പറഞ്ഞിട്ടാണല്ലോ ആക്ഷേപം. ഇത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. രഞ്ജിതയുടെ കാര്യം വെച്ച് പറയുവാണ്, രഞ്ജിനിയോട് പറയുവാണ്, പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നമുക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ജാതീയതയ്ക്ക് ഇരയായിട്ടുള്ളവർ സത്യത്തിൽ ദളിതരൊന്നുമല്ല. പലപ്പോഴും തോന്നിയിട്ടുണ്ട് സവർണരായിട്ടുള്ള മനുഷ്യരാണ്. അത് പ്രത്യേകിച്ചും ജാതിവാലുള്ള അങ്ങനെയുള്ള ആൾക്കാരെ നോക്കി വെച്ചിട്ട് അവരെ അങ്ങേയറ്റം ആക്ഷേപിക്കുക, അപഹസിക്കുക, പരിഹസിക്കുക. ഇത് കൃത്യമായിട്ട് പലപ്പോഴും ഇത് പറയുന്നതിന്റെ താഴെയും ചിലപ്പോൾ ചില കമന്റുകളൊക്കെ തീർച്ചയായിട്ടും വരും. ആ കമന്റുകളൊക്കെ എന്തായിരിക്കും? ഒന്നാമത് നൂറ്റാണ്ടുകൾക്ക് മുമ്പിൽ നിർത്തറക്കിയുള്ള ദേവദാസി സിസ്റ്റം അതിനെങ്ങ് കൊണ്ടുവന്ന് വയ്ക്കും. പിന്നെ ഉണ്ണിച്ചിരുദേവി ചരിതം, പായ എന്ന് പറഞ്ഞ ആ ഒരു സംസ്കാരം, ഇതൊക്കെ പറയുന്ന കേട്ടോ. അപ്പോൾ ഇതൊന്നും കൃത്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു സ്ലട്ട് ഷെയ്മിങ് ആണ്. ഒരു സ്ത്രീയെ നിർത്തിയിട്ടൊക്കെ ഉള്ളൊരു സ്ലട്ട് ഷെയ്മിങ് ഉണ്ടെങ്കിലും അത് നായരായത് കൊണ്ടോ അല്ല. ഈ പറയുന്ന ചരിത്രം പറയുവാണെങ്കിൽ അന്നും ഇതേ വിഭാഗത്തിലുള്ള സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുകയല്ലേ ചെയ്യുന്നത്, അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്തത്. അല്ല, ആ രീതിയിലുള്ള ഇന്ന് കേരളത്തിൽ അപ്പം നമുക്കെതിരെ എന്തും പറയാം. അതായത് ഒരു സവർണ വിഭാഗത്തിലുണ്ടെന്നുള്ള രീതിയിൽ, അതായത് ഓപ്പോസിറ്റ് സൈഡിലൊരു പുരോഗമന ആശയത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പറയുവാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് നമ്മുടെ മറു സൈഡിലുള്ളത് ഒരു സവർണ വിഭാഗത്തിലുള്ള സ്ത്രീയാണോ പുരുഷനാണെങ്കിൽ ആദ്യത്തെ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ കുഴി കിടക്കണ കാരണവന്മാർ തൊട്ട് കരണവന്മാർ അവരുടെ സ്മാർത്ഥ വിചാരണയാണ്. അങ്ങനെ ഉണ്ടായതല്ലേ ആ രീതിയിലുള്ള ഒരുപാട്. അപ്പോൾ ഇതിലൊന്നും അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ പക്ഷെ ബാക്കി എന്ത് കാര്യത്തിലും അപ്പോൾ നമ്മൾ അടുത്ത് പറയേണ്ടി വരും അല്ലേ. ഇവിടെ വേടൻ എന്നുള്ള ഗായകൻ കഞ്ചാവ് കയ്യിൽ വെച്ചിട്ടുള്ള വേടനാണ് അല്ലെ, വേറൊരു ആക്ടിവിറ്റി അല്ലേ. അത് കേരള പോലീസ് പിടിച്ചു. ആ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള വേടൻ എന്താ അല്ല, പലപ്പോഴും BJP RSSനെ എപ്പോഴും ഒരു സവർണ മേധാവിത്വമായിട്ട് കണക്കാക്കുന്നത്, സവർണ ജാതി എന്നുള്ളൊരു. പക്ഷെ BJPയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സവർണരെക്കാളും ഒരുപക്ഷെ ദളിതരും ഒക്കെ അവര് അനുഭവമുള്ളവരാണ്. പക്ഷെ അല്ല, വേടന്റെ കാര്യം വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. RSS വല്ലാണ്ട് വേടനെ പിന്തുടരുന്നുണ്ട്, അധിക്ഷേപിക്കുന്നു എന്നുള്ള രീതി വരുമ്പോൾ RSSും BJP എന്താണ് പറഞ്ഞത് അല്ലെ, വേടനെ കുറിച്ച് എന്താണ്, വേടന്റെ പാട്ടിനെ കുറിച്ചാണ്. വേടൻ ഒരു കഞ്ചാവ് കേസിലെ പ്രതിയാണ്, 2 കേസിലെ പ്രതിയാണ്, പെൺ കേസിലെ പ്രതിയാണ്. അത്തരത്തിലുള്ള കേസിലെ പ്രതിയെ ഈ സാംസ്കാരിക നായന്മാരെല്ലാം കൂടെ ഒരു പ്രധാന പദവി നൽകുന്നതിലല്ലേ പ്രധാന വിഷയം. നമ്മുടെ ഗോവിന്ദൻ സഖാവ് പറഞ്ഞ എന്താണ്, ആധുനിക സംഗീതത്തിന്റെ തമ്പുരാൻ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സർവകലാശാലയിൽ വേടന്റെ പാട്ട് വരുമാണ്. ഒരു സർവകലാശാലയിൽ ഒരു പാട്ട് ഇത് ചെയ്യാനും വേണ്ടിയിട്ട് എന്തെങ്കിലും സംഭവമാണോ ഈ വേടൻ? ഒന്നുമില്ല, കുറച്ച് റാപ്പ് സംഗീതം. ഒക്കെ വേടൻ്റേത് വേറിട്ട സംഗീതമാണ്, അല്ലെങ്കിൽ സംഗീത ഒരു ശൈലിയാണ്, ഫാൻസ് ഉണ്ട്, അതെല്ലാം സമ്മതിക്കുന്നു. ഇവിടെ ആരും പറഞ്ഞിട്ടില്ല വേടൻ പാടണ്ടെന്നോ, അല്ലെങ്കിൽ വേടൻ്റെ പാട്ടുകൾ ഒരുപാട് ഇന്നത്തെ കുട്ടികൾക്ക് ഇഷ്ടമാണ് വേടൻ്റെ. ആയിക്കോട്ടെ, റാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതത്തിലൊരു ഏറ്റവും ഇതായിട്ടുള്ള പണ്ട് തൊട്ടേ ഉള്ള ഒരു ഇതാണ് റാപ്പ് സംഗീതം. കാലിക്കറ്റ് സർവകലാശാല ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്ത്രീയും ഈ പറഞ്ഞോണ പല രാജ്യങ്ങളിലെ കെടുതികളും അതുമായിട്ടുള്ള ഒരു പാട്ടാണ്. പക്ഷെ അതുപോലല്ലോ ഈ വേടൻ എന്ന് പറയുന്ന ഒരു ഗായകനെ ഇപ്പോൾ ഒരു പോയറ്റായിട്ട്, ഒരു കവിയായിട്ട് അവർ നിരൂപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാട്ട് മാത്രമല്ലല്ലോ അദ്ദേഹം രചിച്ചിട്ടുള്ളത്. അതേ മറ്റു പല പാട്ടുകളിലേക്ക് പോകുമ്പോൾ അവിടെ വർഗീയതയും മതവിദ്വേഷവും ഈ രാഷ്ട്രീയ വിദ്വേഷവും ഒക്കെ വളർത്തുന്ന തരത്തിലുള്ള പാട്ടുകളാണ്. നമ്മൾ ഈ കുഞ്ചൻ നമ്പ്യാരെയും അല്ലെങ്കിൽ എഴുത്തച്ഛൻ്റെയും കുമാരനാശാന്റെയും ഒക്കെ കവിതകൾ എല്ലാം വായിക്കാൻ പറ്റുന്നില്ല. സാംസ്കാരിക നായകർ എന്നുള്ള ഒരു പേര് കൊടുത്തു വെച്ചിരിക്കുന്ന ആൾക്കാർ ആശാന്റെ 4 വരി ചൊല്ലാൻ അറിയാത്ത ആൾക്കാരാണ്. ഇടത് സർക്കാരിന് 4 സിന്ദാബാദ് വിളിച്ചു കഴിഞ്ഞാൽ നാളെ സാംസ്കാരിക നായികയാണ്. നമുക്കറിയാം അല്ലേ, സാംസ്കാരിക നായികയാവുന്ന ആർക്കെങ്കിലും ശരിക്കും ആ രീതിയിലൊരു അവരോധിക്കുന്ന ഒരു കൾച്ചറായി കഴിഞ്ഞു ഇവിടെ. ഒരു ഇടത് ലിബറൽ വോക്കിസം അതിനൊക്കെ അതിൻ്റെയൊക്കെ ഒരു അശ്ലീല ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ നോക്കി പവിത്രൻ്റെ ഇതെടുത്ത് നോക്കിയപ്പോൾ അയാളുടെ ഉള്ളിലുള്ളത് അധമമായിട്ടുള്ള ഈ ഒരു
ആ വിഭാഗത്തിലുള്ള സ്ത്രീകളെല്ലാം ഇങ്ങനെയാണെന്നുള്ളത്. അദ്ദേഹത്തിന്റെ പ്രൊഫൈല് കണ്ടിരുന്നോ? ഞാൻ കണ്ടിരുന്നു. അദ്ദേഹത്തിന് നല്ല ഒരു വൈഫുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. ഇവര് എങ്ങനെ താമസിക്കുന്നതാണ് രഞ്ജിത്ത്. എനിക്ക് അതിൽ അത്ഭുതം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ നോക്കൂ. ഇത് ഒരു കോൺഫ്ലിക്റ്റോ അങ്ങനെ ഒരു സംഭാഷണത്തിനിടയിൽ ഇപ്പോൾ ഒരു നായർ ആ ഒരു വിഭാഗത്തിന് അധിക്ഷേപിച്ചതല്ല, മരണപ്പെട്ടു പോയ, അതും എങ്ങനെ മരണപ്പെട്ടു, രാജ്യം നമ്മൾ നടുങ്ങിത്തരിച്ച് ഇന്നും അതിൻ്റെ ആ ഒരു പേടി മാറിയിട്ടില്ല. അപ്പോൾ ആ ഒരു പേടി നല്ല സങ്കടം മാറിയിട്ടില്ല, അല്ല നോവ്. പ്രത്യേകിച്ച് ആ കൊച്ചു കുഞ്ഞിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, അമ്മയെന്ന് അതൊന്നും ഓർക്കാൻ കൂടി വയ്യ. അപ്പം അങ്ങനെയുള്ളൊരു സ്ത്രീ, ആ സ്ത്രീ ഒറ്റയ്ക്ക് തുഴയുന്ന ഒരു സ്ത്രീ വിദേശത്ത് പോയത് ക്യാൻസർ രോഗബാധിതയായിട്ടുള്ള അമ്മയ്ക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ, വിവാഹമോചിതയാണ്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ അതാണ് ആ കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം. അവർ മസ്കറ്റിലായിരുന്നു, കുട്ടികളെ കൂടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചെയ്താണ്. ഇപ്പോഴാണ് UK പോയപ്പം വിസ പ്രോസസ്സിങ് അങ്ങനെയൊക്കെ കുറേ സമയം എടുക്കുമല്ലോ. അപ്പോൾ കുട്ടികളെ ഇവിടെ ആക്കി സ്കൂളിൽ ചേർത്തിട്ടും സ്വന്തമായിട്ടൊരു വീട് എന്ന സ്വപ്നം അപ്പോഴൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇയാളൊരു സർക്കാർ ജോലിക്കാരനായതുകൊണ്ട് ഈ സർക്കാർ ജോലി കളഞ്ഞിട്ട് പോയി, അല്ലെങ്കിൽ ഒരു നഴ്സായിരുന്നു കളഞ്ഞിട്ട് പോയി. ഞാനിന്ന് ചോദിക്കട്ടെ, ഇന്നത്തെ വില കയറ്റം നമുക്ക് ചുറ്റുമുണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വില കൂടി നിൽക്കുന്ന ഒരു സമയം. അതുപോലെ ഇലക്ട്രിസിറ്റി വേണ്ടി നമുക്ക് ആലോചിക്കാം, ഷോക്കിംഗ് ആണ് ബില്ല് വന്നു കഴിയുമ്പം. ഒരു സാധാരണ നമ്മുടെ ഒരു സർക്കാർ ജീവനക്കാരൻ, ഒരു ക്ലറിക്കൽ അതില്ലെങ്കിൽ അതിലൊക്കെ ഉള്ള ഒരു ക്ലാസ് 4 അങ്ങനെയൊക്കെ ഉള്ള ഒരു സർക്കാർ ജീവനക്കാരന് കിട്ടുന്ന ശമ്പളം ജീവിക്കാൻ പോലും പറ്റാതെ അവർ നെട്ടോട്ട് കൊടുക്കും. അങ്ങനെയുള്ളവരാണ് സത്യം പറഞ്ഞാൽ ലീവൊക്കെ എഴുതി വെച്ചിട്ട് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടു പോണത്. അപ്പോൾ തഹസിൽദാർ ആയതുകൊണ്ടും ഇദ്ദേഹം ഒരു ഇടത് അടിമയായതുകൊണ്ടും മിക്കവാറും പിൻവാതിൽ വഴി കയറി കൈക്കൂലി വാങ്ങുന്ന ആളായിരിക്കും. എനിക്കൊരു കാര്യം ചോദിക്കാണ്ടോ, ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കക്കൂസ് മാലിന്യം, അങ്ങനെ തന്നെ ഞാൻ പറയും, ഈ കക്കൂസ് മാലിന്യം തള്ളിയ ഈ ഒരു വ്യക്തി മാത്രം പലവന്മാരും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഒന്നും മനസ്സിലാക്കേണ്ടതില്ലേ, പ്രവാസികളാണ് നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു പരിധിവരെ അവർ സഹായിക്കുന്നുണ്ട് എന്നുള്ളത്. പ്രവാസികൾ എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ നേഴ്സുമാർ അല്ലേ, സ്ത്രീകളാണ് കൂടുതൽ പ്രവാസികളായിട്ടുള്ളത്. പക്ഷെ ഇവരൊക്കെ അംഗീകരിക്കുന്ന പുരുഷന്മാരെ, സ്ത്രീകൾ ഇവിടുന്ന് പ്രവാസ ലോകത്തിലേക്ക് പോകുന്ന മറ്റെന്തോ അല്ലെ, എനിക്ക് ഇവിടെ ഇരുന്ന് പറയുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒരു പവിത്രൻ മാത്രമല്ല, ഇതേ പവിത്രന്റെ ഇതേ മൈൻഡ് സെറ്റുള്ള എത്രയോ പവിത്രന്മാർ ചുറ്റിലുമുണ്ട്. ഇപ്പോൾ ഇയാൾ തഹസിൽദാർ ആയതുകൊണ്ട് സർക്കാരിന് ഒരു നടപടി എടുക്കാൻ പറ്റി. ഞാൻ ഇന്നലെയൊക്കെ സസ്പെൻഷൻ വിചാരിച്ചു കഴിഞ്ഞപ്പം 3 മാസത്തെ സഖാവ് ആയതുകൊണ്ട് സർവീസ് കയറ്റിയിട്ട് തിരിച്ച് പാരിതോഷികം കൊടുത്ത് കണ്ടിടക്കി വഴക്കാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇതാണ് ഈ മൈൻഡ് സെറ്റ് അല്ല, അങ്ങനെയാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് നോക്കാം, നമ്മൾ പറയുമല്ലോ കണ്ടറിയണം കൊശി എന്ന് പറഞ്ഞിട്ട് പവിത്രൻ്റെ കാര്യത്തിൽ എന്തായിരിക്കും. മിക്കവാറും ഇടത് അടിമ ആയതുകൊണ്ടും സഖാവ് ആയതുകൊണ്ടും കുറച്ച് വാർത്തകളുടെ അവിടെ ഇത് മാറിക്കഴിയുമ്പോഴേക്കും പിന്നെയും നമ്മൾ അറിയുന്നത് സഖാവ് കയറിയെന്നായിരിക്കും. അപ്പോൾ അതിൽ വലിയതൊന്നുമില്ല. പക്ഷേ ഇവിടെ ഈ രഞ്ജിനി പറഞ്ഞ അതേ മൈൻഡ് സെറ്റ് പേർന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്, ആണുങ്ങൾ. വിദേശത്ത് പോകുന്ന ഒരു സ്ത്രീ ഇന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ സ്ത്രീ പഠിച്ചു കഴിയുമ്പോൾ ഇന്ന് കുടുംബം തുഴയണമെങ്കിൽ, ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീക്ക് സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിന്ന് കുടുംബത്തെ കൊണ്ടുപോകാനുള്ള നയിക്കാനുള്ള പ്രാപ്തിയുണ്ട്. അപ്പോൾ ഞാനൊക്കെ അങ്ങനെയായിരുന്നു. ഞാനൊക്കെ വിവാഹത്തിന് മുമ്പ് തന്നെ മാലദ്വീപ് പോലൊരു രാജ്യത്ത് അധ്യാപികയായിട്ട് പോവുകയും അങ്ങനത്തെ രീതിയിലാണ്. അപ്പം ഈ ഒരു രീതിയിലുള്ള, പക്ഷെ നമ്മൾ വളർന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ട്രിവാൻഡ്രം ആയതുകൊണ്ടും എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് ഒക്കെ തരുന്ന ഒരു ആയതുകൊണ്ടൊന്നും നമ്മുടെ ഒരു ഏരിയയിലൊന്നും അങ്ങനത്തെ ചോദ്യങ്ങൾ അങ്ങനെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് പോയത്. പക്ഷെ ഇന്നും നാട്ടിൻ്റെ കുറച്ച് ഉള്ളിലൊക്കെ ഭാഗങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ പോണ പെണ്ണിനെ വേറെ രീതിയിൽ ആ രീതിയിൽ കാണുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ ഇത് ഈ പവിത്രന്റെ മൈൻഡ് സെറ്റ് പേർന്ന ഇനിയും കുറെ കുഷ്ടം പേർന്ന അതിലുണ്ട്, കുറെ സുഡാപ്പികൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എനിക്ക് അത് ഭയങ്കരമായിട്ട് നമുക്ക് ദേഷ്യം ഉണർത്തുന്ന ഒരു കാര്യമാണ്. ഇത് അത്യാവശ്യമാണ്, ഇത്രയും 245 പേര് മരണം പറഞ്ഞാൽ അത്യാവശ്യമാണ്. കുറെ മുസ്ലിങ്ങളെ കൊന്നയല്ലേ, ഓപ്പറേഷൻ സിന്ദൂർ വഴി പാകിസ്ഥാൻ ഇട്ട് കൊടുത്തതിനാണ് പറയുന്നത്. കുറെ മുസ്ലിങ്ങളെ കൊന്നതല്ലേ. കലിമ ചോദിച്ച് നമ്മുടെ സഹോദരങ്ങളെ, അതായത് അടയാളങ്ങൾ നോക്കി കൊന്നത്, അതിന് തിരിച്ചടി കൊടുത്തതാണ് രാജ്യം അല്ലേ, നമ്മുടെ ഇന്ത്യ. അല്ല, ഇപ്പോൾ ഈ ഒരു ടാറ്റയോടുള്ള കലിപ്പ് നമ്മൾ കണ്ടില്ലേ. ടാറ്റ വിമാന കമ്പനി ടാറ്റ ആയതുകൊണ്ട് തന്നെ ടാറ്റയുടെ ഇത് വെച്ചിട്ട് സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതും ഇങ്ങനെയാണ്, തലയ്ക്കുള്ളിൽ ഒന്നും പറഞ്ഞില്ലേ, മതബോധവും രാഷ്ട്രീയവും പേർന്ന ഒരുപാട് മാലിന്യങ്ങൾ നമുക്ക്. ഇതിപ്പം ഞരമ്പൻ ബോധം സ്ത്രീ ആയതുകൊണ്ട് അവർ പോയത് ഈ ഒരു ഇതിനാണെന്നുള്ളൊരു ചിന്ത. അപ്പോൾ ഞാൻ ആലോചിച്ചു പോകണം, ഇയാൾ സർവീസിൽ ഇരിക്കുവാണെങ്കിലേ, ഒരു ആവശ്യത്തിന് നമ്മൾ സ്ത്രീകൾ കഷ്ടകാലത്തിന് നായർ സ്ത്രീയാണെന്ന് വിചാരിച്ചു നോക്കൂ, പോയി കഴിഞ്ഞാൽ ഇയാൾ എന്ത് രീതിയിലായിരിക്കും കാണുക അല്ലേ, എന്ത് രീതിയിലായിരിക്കും അയാളിൽ നിന്ന് സേവനം നമ്മൾ പ്രതീക്ഷിക്കുക. വർക്ക് ചെയ്യുന്ന നായർ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഇയാളുടെ ഉള്ളിൽ എങ്ങനെയോ ആ ഒരു വിഭാഗത്തിനോടുള്ള, നമ്മൾ പറഞ്ഞില്ലേ, ശരിക്കും ഞാൻ അതുകൊണ്ട് തന്നെയാണ് രഞ്ജിനി പറയുന്നത്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ കേരളത്തിൽ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ജാതീയതയുടെ ഇരകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവർണർ എന്ന് പേരുള്ള, നമുക്കൊക്കെ സവർണർ എന്ന് പറയുമ്പം എന്ത് ആനുകൂല്യം പറ്റിയിട്ടാണ്. ഇപ്പോൾ രഞ്ജിതയുടെ കാര്യം, ഏതെങ്കിലും ആനുകൂല്യം പറ്റണം, പഠിച്ച് നേടി ജോലി സമ്പാദിച്ച് പിൻവാതിലില്ല, ഇതല്ലെങ്കിൽ പിൻവാതിൽ അങ്ങനത്തെ ഒന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ പറയില്ല ഡോക്ടറേറ്റ് വാഴക്കൊല എടുത്ത് അപ്പുറത്തെടുത്ത് വെച്ചിട്ട് വാഴക്കൊല വെച്ച് വെട്ടിയെടുത്ത ഡോക്ടറേറ്റ് അല്ല, പിൻവാതിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയുള്ളതല്ല.
കൃത്യമായിട്ട് പോയി UK പോലൊരു സ്ഥലത്ത് നേഴ്സാവാൻ അതിൻ്റെതായ കുറേ കടമ്പകളുണ്ട്. അതെല്ലാം പാലിക്കപ്പെട്ട് പോയിട്ടുള്ളൊരു സ്ത്രീയാണ്, വിദ്യാസമ്പന്നയായിട്ടുള്ളൊരു സ്ത്രീയാണ് ഈ രീതിയിൽ ഈ ഒരു മലിന ചിന്ത നമ്മൾ പറയില്ലേ, അതൊക്കെ എന്ന് പറയുമ്പം സമൂഹത്തെ ബാധിച്ച ക്യാൻസറാണ് പവിത്രനെ പോലുള്ളത്. വനിതാ സംഘടനകളില്ല, NSS പോലത്തെ സാമുദായിക, ശരിക്കും ഇങ്ങനത്തെ കാര്യം ഞാൻ ആലോചിക്കും ഇത് തിരിച്ചാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പവിത്രൻ ശരിക്കും ഇപ്പുറത്ത് മരണപ്പെട്ടത് വേറൊരാളും, ഈ പവിത്രൻ എന്ന് പറഞ്ഞാൽ നമ്പൂതിരി ഇതാണെങ്കിൽ ഇവിടുത്തെ സാംസ്കാരിക ലോകം വേറെ രീതിയിൽ മാറിയത് സത്യമല്ലേ. ഇതൊരു നായർ സ്ത്രീ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഐഡൻറ്റിറ്റി ഇവിടെ അവർക്കുള്ള അപമാനം അവർ താങ്ങിയത് ആ ഒരു മൃതദേഹത്തോട് പോലും കാണിച്ച അനാദരവ് ഇവിടെ ആരും ചർച്ച പോലും ചെയ്യുന്നില്ല. ഇത് തന്നെയാണ് നമ്മുടെ കേരളം, സാംസ്കാരിക കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ജാതി മാറ്റിവെച്ച ഒരു സ്ത്രീയെ അധിക്ഷേപിച്ചു എന്ന നിലയിലെങ്കിലും പ്രതികരിക്കാമായിരുന്നു. നമ്മൾ കണ്ടതല്ലേ നടന്ന കൃഷ്ണകുമാറിന്റെ കേസ്, നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ്. ജാതി കാർഡ് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രക്ഷപ്പെട്ടു പോകാം എന്നുള്ള ഒരു കീഴ്വഴക്കം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. വിനായകന്റെ കേസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. തുണിപൊക്കി ബാൽക്കണിയിൽ നിന്ന് പരസ്യമായിട്ട് നഗ്നതാ പ്രദർശനം നടത്തിയ വിനായകൻ, ആ വിനായകനെ വിമർശിച്ച് കഴിഞ്ഞാൽ ഉടനെ വരും വിനായകൻ്റെ ജാതിയാണോ നിങ്ങളുടെ പ്രശ്നം. ഉടനെ അങ്ങനെ കാണിക്കുന്ന വിനായകനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. അല്ലെങ്കിൽ പുലിപ്പല്ല് ഞാൻ കണ്ടതാണ്, മറ്റേ വേടൻ്റെ ഇത് വന്നു കഴിഞ്ഞാൽ പ്രതിരോധിക്കാനായിട്ട് മോഹൻലാലിനെന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ കൊണ്ടുവന്നിട്ട് ആനക്കൊമ്പ് കൊണ്ടുവരും. ഇതല്ല, ഇങ്ങനെ പ്രതിരോധമാണ്, ഇങ്ങനെ പതുക്കെ. അതായത് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, അവർ ആ ഒരു വിഭാഗം, ദളിതർ എന്ന് പറഞ്ഞ വിഭാഗം, അവരെന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അത് പല രീതികളിലായിട്ട്. പക്ഷേ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ തെറ്റ് പോലും ചെയ്യേണ്ട, നമ്മൾ വെറുതെ സവർണരാണ് എന്ന് പറഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേരിനൊപ്പം നമ്മുടെ പൈതൃകത്തിൻ്റെ അടയാളമായിട്ട് നമ്മുടെ ജാതിയുടെ വാലിട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാതകം നമ്മൾ ചെയ്യുന്നതായി മാറി. ആ രീതിയിലാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ പോക്ക്, ഏറ്റവും നശിച്ച പോക്കാണ്. പക്ഷെ ഇപ്പോൾ സമൂഹം അത് കുറേ മനസ്സിലാക്കുന്നുണ്ട്. ഈ ജാതിക്കാട് വെച്ചുള്ള കളി ഇതിപ്പോൾ ഇന്നുമല്ല, ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആർക്കെതിരെയും ആർക്കും പ്രയോഗിക്കുന്ന ഒന്നായി മാറും ഈ ജാതിക്കാട്. അത് ശരിക്കും അതിനൊരു തട ഇടേണ്ടി പറ്റും. പവിത്രന്മാർ ഇനിയും ചുറ്റും ഒരുപാടുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഈ ഒരു ഇതിൻ്റെ കീഴിൽ പോലും ഒരുപാട് പവിത്രന്മാർ നമുക്ക് കാണാൻ പറ്റും ഇത് എയർ ചെയ്ത് കഴിയുമ്പോൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.